നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാകുവാനുള്ള ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. നാം ഏവരും കാത്തിരുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അഥവാ CGL എക്സാമിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 17,727 ഒഴിവുകൾ ആണ്. ഈ ഒഴിവുകളുടെ എണ്ണം ഇനിയും ധാരാളം കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ച് നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് 2024 ജൂൺ 24 മുതൽ ജൂലൈ 24 വരെയാണ്. രാത്രി 11 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഇനി ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 25/7/2024, അതും രാത്രി 11 മണി വരെ തന്നെയാണ്. ഇനി നമ്മൾ സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതിനുള്ള തീയതി ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നതെന്നാണ്. 2 തലങ്ങളായിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. Tier 1ഉം Tier 2ഉം. Tier 1ന്റെ പരീക്ഷാ തീയതി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. ടെൻഡേറ്റീവായിട്ടാണ് ഈ മാസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാറാം. ഇതിൻ്റെ 2ാം തല പരീക്ഷ, അതായത് Tier 2 പരീക്ഷ ഡിസംബറിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഈ ജോലികളുടെ ശമ്പള സ്കെയിലുകൾ ഒന്ന് പരിശോധിക്കാം. എല്ലാ പോസ്റ്റുകളും ഗ്രൂപ്പ് ബിയിലോ ഗ്രൂപ്പ് സിയിലോ ഉൾപ്പെടുന്ന നോൺ ഗസറ്റഡ് തസ്തികകളാണ്. 4 തരം പേ ലെവലാണ് ഈ ജോലികൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് പേ ലെവൽ 7. പേ ലെവൽ 7 എന്ന് പറയുന്നത് 44,900 മുതൽ 1,42,400 വരെയാണ്. ഇതിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് റെയിൽവേ, ഇന്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ വകുപ്പുകളിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, പിന്നെയുള്ളത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, CBI ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളാണ് ഈ പേ ലെവൽ 7-ൽ വരുന്നത്. അടുത്തത് പേ ലെവൽ 6 ആണ്. അത് 35,400 മുതൽ 1,12,400 വരെയാണ്. ഇതിലുൾപ്പെടുന്ന ഉദ്യോഗങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ മിനിസ്ട്രിയിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, C&AGയിലെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, NIAയിലെ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഈ പരീക്ഷകൾ നടത്തുന്നത്. ഇനി അടുത്ത പേ ലെവൽ എന്ന് പറയുന്നത് പേ ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയാണ്. അത് AGയിൽ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, വിവിധ സർക്കാർ വകുപ്പുകളിൽ അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകൾക്കാണ് ഈ പേ സ്കെയിലുള്ളത്. അടുത്തത് പേ ലെവൽ 4 ആണ്. അത് 25,500-ൽ ആരംഭിച്ച് 81,100-ൽ അവസാനിക്കുന്ന പേ ലെവലാണ്. തപാൽ വകുപ്പിലെ പോസ്റ്റൽ അസിസ്റ്റന്റ്, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ UD ക്ലർക്ക്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, CBN, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലുള്ള സബ് ഇൻസ്പെക്ടർ തസ്തികകൾ. ഇവയാണ് ഈ പേ ലെവൽ 4-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ജോലികൾക്കുള്ള പ്രായപരിധി ഒന്ന് നോക്കാം. വിവിധ തലങ്ങളിലാണ് പ്രായപരിധി ഉള്ളത്. 20 മുതൽ 30 വരെ, 18 മുതൽ 30 വരെ, 18 മുതൽ 32 വരെ, 1/8/24-ലാണ് വയസ്സ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റുകൾക്കും വെവ്വേറെ പ്രായപരിധിയാണ്. അത് നോട്ടിഫിക്കേഷനിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ SC, ST, OBC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്ക് 3 മുതൽ 15 വരെ വർഷം ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. 2 കാറ്റഗറി ഉദ്യോഗങ്ങൾ ഒഴികെയുള്ളവയ്ക്കെല്ലാം ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതി. അതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇനി വ്യത്യാസമുള്ള ജോലികൾ എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അത് ഗ്രേഡ് 2 പോസ്റ്റാണ്. അതിന് ഡിഗ്രി മാത്രം പോരാ, അതിനോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി ഉൾപ്പെട്ട ഒരു ഡിഗ്രി വേണം. അതിലെല്ലാ സെമസ്റ്ററുകളിലും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി വ്യത്യാസമുള്ള മറ്റൊരു തസ്തിക എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ റിസർച്ച് അസിസ്റ്റന്റ് ആണ്. അതിന് ഡിഗ്രിയോടൊപ്പം വേണ്ടുന്നത് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ലോ എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ഒരു ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ ഗവേഷണ സ്ഥാപനത്തിലോ കുറഞ്ഞത് 1 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നാണ്. അത് കേരളത്തിൽ ഉള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഇന്ത്യയിലെമ്പാടുമായി 100-ലധികം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇനി അപേക്ഷിക്കേണ്ട വിധമാണ് നമ്മൾ നോക്കുന്നത്. അതിന് അപേക്ഷാ ഫീസായി 100 രൂപ അടയ്ക്കണം. അത് വിമൻ, SC, ST, പിന്നെ PWBD, എക്സ് സർവീസ്മെൻ ഇവർക്കൊന്നും ഈ അപേക്ഷാ ഫീസ് നിർബന്ധമല്ല. ഇനി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് SSCയുടെ പുതിയ വെബ്സൈറ്റ്, പഴയ വെബ്സൈറ്റ് അല്ല, ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് പുതുക്കിയിട്ടുണ്ട്. അത് ssc.gov.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ആ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് ssc.gov.in കയറിയാൽ അതിൽ വളരെ വിശദമായി തന്നെ പരീക്ഷയുടെ സിലബസ് ആ നോട്ടിഫിക്കേഷനിൽ ഈ ഭാഗത്തായിട്ട് നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓൺലൈനായി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് ബിരുദം യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം വിനിയോഗിക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുറഞ്ഞത് 2 മാസത്തെ സമയം എല്ലാവർക്കും ഈ പരീക്ഷ പഠിച്ച് എഴുതാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ നമുക്ക് കടന്നുകൂടാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരൊക്കെ കോച്ചിങ് സെൻ്ററുകളിൽ പോകും, അത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അധ്വാനിക്കുക, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം പരീക്ഷ എഴുതുന്നോ അതാണ് വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നമുക്ക് തുറന്നു തരുന്നത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. അതിനുവേണ്ടി താഴെയുള്ള ലിങ്കിൽ കയറി ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.